കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ 14ാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് ഗുജറാത്തിലാണ്. ഇന്നൊരു സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഞാൻ നടക്കുന്ന വഴിയിലാണ് കുട്ടികളെല്ലാം ഒരു സ്കൂളിന്റെ പുറത്തിറങ്ങി നിൽക്കുന്നത് കാണുന്നത്. സ്കൂളിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരുടെ മറുപടി കേട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഈ സ്കൂളിൽ ആകെ 2 അധ്യാപകരാണുള്ളത്. അവർ രണ്ടുപേരും എന്തോ ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അതുകൊണ്ട് സ്കൂളിൽ ഇന്ന് ആരും പഠിപ്പിക്കാൻ വരില്ലത്ര. വൃത്തിയുടെ കാര്യത്തിലും സ്കൂൾ വളരെ പുറകോട്ടായിരുന്നു. അതുകൊണ്ട് ഞാനവിടെ മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കാൻ തീരുമാനിച്ചു. ഞാൻ ചെയ്യുന്നത് കണ്ട് ആ കുരുന്നുകളും എൻ്റെ കൂടെ കൂടി. എന്തുമാത്രം പൊടിയും വേസ്റ്റുമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രശ്നമുണ്ടായത്. ഞാനവിടെ വൃത്തിയാക്കുന്നത് കണ്ട ഒരാൾ അവിടെ ചെന്ന് നാട്ടുകാരെ മുഴുവൻ വിവരം അറിയിച്ചു. ഒരു 10-20 പേര് ചേർന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ഹിന്ദിയും ഇംഗ്ലീഷും ഒന്നും അറിയാത്ത അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവർക്ക് ആകെ അറിയുന്ന ഭാഷ ഗുജറാത്തി മാത്രമാണ്. പക്ഷേ അവിടുന്ന് പോരുന്നതിന് മുമ്പ് എൻ്റെ ഫോൺ വാങ്ങി അതിലെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുത്ത കുറച്ച് വീഡിയോസ് മാത്രമാണിത്. അധ്യാപകർ പോലുമില്ലാത്ത സ്കൂളുകളിൽ നാട്ടുകാർ കാവലുണ്ട് എന്ന വിശ്വാസത്തിലായിരിക്കും ഇവരുടെ മാതാപിതാക്കൾ ഇവരെ ഇവിടെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ അവിടുന്ന് യാത്ര തിരിച്ച് മടങ്ങുന്നതിനിടയിലാണ് മറ്റൊരു സ്കൂൾ കാണാൻ ഇടയായത്. മുമ്പ് കണ്ടതിനേക്കാൾ മികച്ച രീതിയിൽ പണി കഴിപ്പിച്ച് അത്യാവശ്യം വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു സ്കൂൾ. അങ്ങനെ ഇവിടുത്തെ പ്രിൻസിപ്പലിനോട് ചോദിച്ച് പേഴ്സണൽ ഹൈജീനെ പറ്റി കുട്ടികൾക്കൊരു ക്ലാസ് എടുത്തു കൊടുത്തു. ക്ലാസ്സിനുള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. ഇത്രയും നല്ലൊരു സ്കൂളുണ്ടെങ്കിലും അവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. സ്കൂൾ പണിത് വർഷങ്ങളായി ബെഞ്ചിനും ഡെസ്കിനും വേണ്ടി അപേക്ഷ കൊടുത്തെങ്കിലും ഇതുവരെ സാങ്ഷനായിട്ടില്ല. കുട്ടികൾ ഇപ്പോഴും നിലത്തിരുന്ന് തന്നെയാണ് പഠിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളത്തോളം മികച്ചതായി മറ്റൊരു സംസ്ഥാനമില്ലെന്ന് തോന്നാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.